ഹലോ ഫ്രണ്ട്സ്, LP-UPയുടെ പുതുക്കിയ യോഗ്യത എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഇളവ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ഓർഡറിൽ വന്നിട്ടുണ്ട്. നമ്മൾ ജനുവരി 15 പ്രകാരമുള്ള ക്ലോസുകളാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആ മാറ്റം എന്താണ് എന്നുള്ളത് കൂടി അറിയാം. പുതിയ വാർത്ത BEdകാർക്ക് കേട്ടറ്റ് 3കാർക്ക് ആശ്വാസമുള്ളതാണ്. നമുക്ക് പഴയ ഓർഡറിൽ എന്താ പറഞ്ഞത്, DLEd TTCക്കാർക്കാണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 1, 2 അതിലേതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP-UPക്ക് പരിഗണിക്കാം. അവർക്ക് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ LPയും എഴുതാം, UPയും എഴുതാം. അവിടെ പറഞ്ഞെന്താ, കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിച്ചാൽ മതിയാകും. ഇതാണ് ജനുവരി 15 ഉത്തരവ്. എന്നാൽ അതിനുശേഷം വന്ന ഡെയിലി വേജുകാരുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിൽ ഒരു മാറ്റം കൂടെ വന്നിട്ടുണ്ട്. അത് LP-UPക്കാർക്ക് എഴുതുന്ന കാറ്റഗറി 3 ഉള്ളവർക്ക് ഒരു ആശ്വാസ വാർത്തയാണ്. കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് എന്ന വ്യവസ്ഥ തുടരുന്നതാണ്. അതായത് 2018 മുതൽ ആർക്ക് ഇളവുണ്ട്, കേട്ടറ്റ് 3 നേടിയവർക്ക് 2വിൻ്റെ ആവശ്യമില്ല എന്ന ഒരു നയം തുടരുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും തുടരാവുന്നതാണ് എന്ന് പുതിയ ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേട്ടറ്റ് 3 നേടിയവർക്ക് UP എഴുതാൻ 2വിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ ഓർഡർ പ്രകാരം. എങ്കിലും നിങ്ങൾ അവസരം പാഴാക്കണ്ട, 2വും കൂടെ എടുത്ത് വെക്കണം. കാരണം നിലവിലുള്ള ഈ ഒരു ഓർഡർ കൊണ്ട് നമുക്ക് എന്തെഴുതാം, UP പരീക്ഷ എഴുതാം. പക്ഷെ നിങ്ങൾ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് ഈ നിയമങ്ങൾ മാറി വരിക, ഓർഡർ മാറി വരിക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആൾറെഡി കേട്ടറ്റ് നിങ്ങൾക്ക് 3 ഉണ്ട്, അത് വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാം, LP-UPക്ക് അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠനവും ആരംഭിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന്, മലയാളം ലാംഗ്വേജുമായിട്ട് പുതിയ ഓർഡർ ഉണ്ട് എന്നുള്ളതാണ്. അത് നിലവിൽ നിയമനം ലഭിച്ചവർക്കാണ് ആ പരീക്ഷയും 40% മാർക്കോടുകൂടെ പാസ്സായാൽ മതി എന്നൊക്കെ ഉള്ളത് നിയമനം ലഭിച്ചവർക്കുള്ള കാര്യമാണ്, അല്ലാതെ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് എന്നല്ല കേട്ടോ. 2025 ഒരു ഓർഡർ കാണിച്ച് പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വിളിച്ച് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് നിയമനം നേടിയവർക്കാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ വൈകണ്ട, കേട്ടറ്റ് 3 നേടിയ ആളുകൾക്കും പുതിയ LP-UPക്ക് പഠിക്കാം. അപ്പം നമ്മളെ പുതിയ LP-UP ബാച്ച് 2027 ഏറ്റവും ഫ്രഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് കട്ടക്ക് നിന്ന് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ആദ്യത്തെ റാങ്കുകളിൽ നമ്മളുണ്ടാവും. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ, വീണ്ടും കാണാം. താങ്ക് യു.